മാത്രമല്ല റെസ്റ്റോറൻറ്റ്സിലാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു റെസ്റ്റോ കഫേ എന്ന് പറയുന്നത് താങ്കൾ കൊല്ലത്ത് എന്തോ ഇനാഗുറേറ്റ് ചെയ്തത്, അതൊരു ഫാമിലി ബാറാണ്. അത് ഞാൻ ഓർത്തു താങ്കൾ ഇതൊക്കെ എങ്ങനെ കൃത്യമായി അവിടെ തന്നെ ചെന്നെത്തുന്നു, കാരണം അതിനകത്ത് ഫാമിലി ബാറാണ്, ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിക്കേണ്ട, നിങ്ങൾ കൂട്ടത്തോടെ കുടുംബത്തോടെ വന്നിരുന്ന് അടിച്ചോളൂ എന്ന ഒരു പ്രൊമോഷൻ ആണല്ലോ അതിനകത്ത് കൊടുക്കുന്നത്. അല്ല, അതാണ് എന്റെ ഫസ്റ്റ് എക്സൈസ് കേസ്. അല്ല കേസ് കൊടുത്തു പോകും, ബിക്കോസ് സ്വമേധ എടുത്തല്ല, എക്സൈസ് എടുത്തിട്ട് കോടതി കൊടുത്തു. പക്ഷെ ആ കേസ് കോഷ് ചെയ്യാനായിട്ട് ഞാൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കേസ് ഹൈക്കോടതി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്ത് മിക്കവാറും ഒരു 1 വീക്കിനുള്ള എന്റെ വിധി വരും. കാരണം എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ, കാരണം അതൊരു തെറ്റായ പ്രചരണം. കാരണം സർക്കാർ വിൽക്കുന്നു, ബാറില് വിൽക്കുന്നു, സർക്കാരിന് വിൽക്കാമല്ലോ, എന്താ സർക്കാരിന് എന്താ സർക്കാർ വിൽക്കുന്നു? ഇതൊരു മോശം സാധനമാണെങ്കിൽ എന്തുകൊണ്ട് സർക്കാർ വിൽക്കുന്നു? സർക്കാരിന് ഇത് സർക്കാരിന്റെ ബിസിനസ് മാറ്റി നിർത്തിയില്ല, അതുപോലെ ഇത് നിർത്താൻ പാടില്ലേ? അല്ല, സർക്കാരിന്റെ ബിസിനസ് പ്യൂർലി ബിസിനസ് ആണ് ചെയ്യുന്നത്. അതായത് താങ്കൾ നേരത്തെ എന്താണ് കഞ്ചാവ് ബിസിനസ് ചെയ്യാത്ത ഒരു സർക്കാർ? അതും ചിലപ്പോൾ ഒരു പക്ഷേ ഈ സർക്കാർ ചെയ്യുമായിരിക്കും, അതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. അല്ല, എന്താ കഞ്ചാവ് വിൽക്കാത്ത? അത് വിൽക്കുമായിരിക്കാം, കാരണം ഇനി ഒരു പക്ഷേ കേരളത്തിൽ ഈ പറഞ്ഞ കഞ്ചാവും നിയമത്തിന്റെ കീഴിൽ വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായേക്കാം. കാരണം ഈ പറയുന്ന മദ്യ നയങ്ങളൊന്നും ഇല്ലാതെ ബാറുകൾ ഇഷ്ടംപോലെ തുറക്കാൻ അനുമതി കൊടുക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോഴത്തെ സർക്കാർ. അത് തീർച്ചയായിട്ടും. പക്ഷേ നമ്മളിപ്പോഴുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വ്ളോഗേഴ്സ് മാറ്റാനല്ലേ ശ്രമിക്കണ്ടേ? എന്തുകൊണ്ട് മാറ്റാൻ ശ്രമിക്കണം? ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, എന്തുകൊണ്ട് മാറ്റാൻ? താങ്കളുടെ ഫിസിക്കലി താങ്കൾ നല്ല ആരോഗ്യവാനാണോ? താങ്കളുടെ കരളിനും ഒരു പ്രശ്നം? ടച്ച് ഷൂട്ട് വേണമെങ്കിൽ ഞാൻ എന്റെ ലാസ്റ്റ് വീക്ക് എടുത്ത മെഡിക്കൽ റിപ്പോർട്ട് മാഡത്തിന് അയച്ചു തരാം. ടച്ച് ഷൂട്ട് ഇതുവരെ എനിക്കൊരു പ്രഷർ ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, കരളൊക്കെ ചെമ്പരത്തി പോലെ ഇരിക്കുന്നു. കാരണം ഞാൻ മിതമായ രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണ്, ഞാൻ അമിതമായി മദ്യപിക്കുന്ന ഒരാളല്ല. പക്ഷെ താങ്കളുടെ ആ ഒരു അറ്റയർ കാണുമ്പോൾ, അല്ലെങ്കിൽ താങ്കളുടെ ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലേ, അതൊരു 6-ാം തമ്പുരാൻ സ്റ്റൈൽ. ഞാൻ പുകഴ്ത്തി പറയുമല്ല, പക്ഷെ എനിക്ക് തോന്നിയുണ്ട് 6-ാം തമ്പുരാൻ സ്റ്റൈലിലെ ആ കുറെ സദസ്സിൽ, താങ്കളുടെ സദസ്സെന്ന് എടുക്കുന്നത് ആ സ്റ്റൈലിലാണ് താങ്കൾ അതിനകത്ത് നിൽക്കുന്നത്. അത് താങ്കൾ പറയുന്ന പോലെ ഒരു പക്ഷേ ജനങ്ങൾക്ക് തോന്നുന്നു, തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസിലൂടെയാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. ഞാനത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റൈലല്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവന്ന, നമ്മൾ ജനിച്ചു വന്ന ഫാമിലി അതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിപ്പോയതാണ്. നമ്മളിപ്പോ മനഃപൂർവ്വം നമ്മളൊരു തമ്പുര ആ ഒരു തമ്പുരാൻ സ്റ്റൈൽ. പക്ഷേ താങ്കളെ അനുകരിച്ച് അല്ലെങ്കിൽ താങ്കളുടെ ഇത് കണ്ട ഈ കുടിക്കുന്ന ആൾക്കാരുടെയൊക്കെ പിന്നെ കരളും മിക്കവാറും വാടിക്കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസ് എടുക്കേണ്ടത് നമ്മുടെ ലാലേട്ടന്റെ ഒക്കെ പേരിലാണ്. കാരണം പുള്ളി ഒരുപാട് സിനിമകളിലൊക്കെ പുള്ളി മദ്യപിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എത്ര കേസ് എടുത്തിട്ടുണ്ട്? ഒന്നുമില്ല. ഇപ്പൊ ഇതുപോലുള്ള എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ലോ സിസ്റ്റം എന്ന് പറയുന്നത്, ഞാനിപ്പോ ലോ സ്റ്റുഡന്റ് ആണ്. ഞാൻ ജോലി കിട്ടിയതിനു ശേഷം ഈ പറഞ്ഞ ഇപ്പൊ ലോ അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു പാഷന്റെ പുറത്ത് പഠിക്കണം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് എക്സൈസ് കേസൊക്കെ വന്നതിന് ശേഷം ഇതൊന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കുക. അപ്പം നമ്മളുടെ ഒരു സിസ്റ്റം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം, യു ഷോ ദ മാൻ, ഐ വിൽ ഷോ യു ദ ലോ എന്നാണ്. ഇപ്പം മാഡത്തിന് ഒരു ലോ ആണ്, എനിക്കൊരു ലോ ആണ്, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഓരോ ലോ ആണ്. അതാണ് ഇന്നത്തെ സിസ്റ്റം. അല്ലെന്ന് മാഡത്തിന് പറയാൻ പറ്റുമോ? പക്ഷേ നമ്മളെ പോലൊരു ജനാധിപത്യ രാഷ്ട്രത്തിലോ റിപ്പബ്ലിക് സ്റ്റേറ്റിൽ അങ്ങനെ ചെയ്ത് അങ്ങനെ പാടില്ലല്ലോ. പാടില്ല, പക്ഷെ അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ പണമുള്ളവൻ കാര്യക്കാരനായിട്ട്, പാവപ്പെട്ടവരാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അത് പൈസ ഇല്ലാത്ത ഒരുത്തനാണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യുന്നതെങ്കിൽ, യു ആർ റിച്ച്, അപ്പോൾ താങ്കൾക്ക് പൈസയുണ്ട്, അല്ലെങ്കിൽ താങ്കൾ ഭയങ്കര ബിസിനസ് ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ഒരു CEO ആണ്. പക്ഷേ ഇതൊരു സാധാരണക്കാരൻ ഇൻഫ്ലുവൻസ് ആയി ഇത് ചെയ്യുന്നെങ്കിൽ അപ്പോൾ പോലീസ് അയാളുടെ വീട്ടിൽ ചെല്ലില്ലേ? അല്ല, ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം, ഐ ആം റിച്ച്. ഞാനൊരു കാര്യം പറയാം മാഡം, ഇഫ് ഐ ആം ബോൺ പുവർ, അത് എന്റെ പ്രോബ്ലം ആണെന്ന് അത് താങ്കളുടെ പ്രോബ്ലം അല്ല, പ്രോബ്ലം ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ പണം അതിനെ സ്വാധീനിക്കുന്ന കൊണ്ടല്ലേ താങ്കൾ ഇങ്ങനെ പിടിച്ചിരിക്കും. പക്ഷെ താങ്കൾ ഒരു സാധാരണക്കാരനായിരുന്നു. വെക്കാൻ എത്ര ഫീസ് കൊടുക്കണം മാഡം? ഒരു സാധാരണക്കാരന് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കണം ഒരു സാധാരണക്കാരന്റെ വക്കീല്. എത്ര വക്കീലന്മാരെ കൊടുക്കുന്നുണ്ട്? വല്ല പബ്ലിക് പ്രോസിക്യൂട്ടർമാരോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വക്കീലന്മാരല്ലോ ഒരു സാധാരണക്കാരൻ. എന്തുകൊണ്ടാണ് അതൊന്നും സാധാരണക്കാരൻ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിയമം അത്രയും പർച്ചേസബിൾ ആയിട്ട് വെച്ചിരിക്കുകയാണത്. ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യുന്ന ഒരാളെന്നല്ല പറയുന്നത്, സാധാരണക്കാരന് അഫോർഡബിൾ ആവണം. ഇപ്പൊ ഞാൻ പറയുന്നത്, ഒരു ജാക്ക് ഡാനിയൽസിന്റെ മദ്യം നമ്മുടെ ട്രിവാൻഡ്രം ഡ്യൂട്ടി ഫ്രീ ഇറങ്ങി മേടിക്കുമ്പോൾ 2500 രൂപയുള്ളൂ. പക്ഷെ നേരെ സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റിൽ പോകുമ്പോൾ 5990 രൂപയാണ്, 6000 രൂപയാണ്. എന്തിനാ അത്രയും ഹെവി ടാക്സ് കൊടുത്ത് സാധാരണക്കാരന് മേടിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നത്? അപ്പൊ അത് സർക്കാരിന്റെ കുഴപ്പമില്ല. അത്രയും ടാക്സ് എന്തിനാ മേടിക്കുന്നത്? ഇപ്പോൾ ലാൻഡ് ക്രൂസർ എന്ന വണ്ടി ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അവിടെ 90 ലക്ഷം രൂപയൊക്കെ ഉള്ളൂ, 1 കോടിക്കകത്തേ ഉള്ളൂ. ഇവിടെ മേടിക്കണേ 3.5 കോടി കൊടുക്കണം. എന്തുകൊണ്ടാണ് അത്രയും ടാക്സ് ഹെവി കൊടുക്കുന്നത്? അപ്പൊ അത് സർക്കാരിന്റെ പിടിപ്പുകേടല്ലേ? അപ്പൊ അത്രയും പിടിപ്പുകേട് സർക്കാർ എന്തിനാണ്, അല്ലെങ്കിൽ അത്രയും ടാക്സ് ഹെവി ടാക്സ് എന്തിനാണ് സാധാരണക്കാരന്റെ പുറത്ത് ഇമ്പോസ് ചെയ്യുന്നത്?